ഹലോ വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഫിസിക്സിന്റെ സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തൊരു 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞ വർഷം 26 ഏപ്രിലിൽ നടന്ന എക്സാമിന്റെ ഫിസിക്സ് സെക്ഷൻ മാത്രമാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിലെ ഫിസിക്സിലെ ആദ്യത്തെ സെറ്റാണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞത്. ഇത് സെക്കൻഡ് സെറ്റ്. അപ്പൊ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. If a torque of 1.25 Newton meter acts on a circular ring for a duration of 4 seconds, then its angular momentum changes by. അപ്പോൾ ചേഞ്ച് ഇൻ ആംഗുലർ മൊമെന്റം ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലെ. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത്? ടോർക്ക് തന്നിട്ടുള്ളത് 1.25 നാനോമീറ്റർ ആണ് അല്ലെ. ഒരു സർക്കുലർ റിങ്ങിലാണ് ഈ പറയുന്ന ടോർക്ക് ഉള്ളത്. അത് എത്രത്തോളം ടൈമിലാണ്? അതിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാ വരുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 4 സെക്കൻഡാ അല്ലെ. അങ്ങനെയെങ്കിൽ അതിന്റെ ആംഗുലർ മൊമെന്റം ആണ് നമ്മൾക്ക് ദെൻ ഇറ്റ്സ് ആംഗുലർ മൊമെന്റം ചേഞ്ചസ് ബൈ. ആംഗുലർ മൊമെന്റം എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നു, അതായത് ഡെൽറ്റ എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സാമിന് നിങ്ങൾ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളൊക്കെ മനസ്സിലുള്ള കാൽക്കുലേഷൻ ആണല്ലോ. നമുക്കറിയാം ചേഞ്ച് ഇൻ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ടോർക്ക് ഇൻടു ടൈം ആണ് അല്ലെ. ടോർക്ക് അപ്പൊ രണ്ടും കൂടെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത് മാത്രം മനസ്സിൽ ചിന്തിച്ചാൽ മതി. കാരണം നമുക്ക് ടൈം വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഫോർമുല എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ നോർമൽ ആൻസർ ഷീറ്റിൽ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട കാര്യമില്ല. ടൈം നമുക്ക് വളരെ വാല്യുബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവണം ഇന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1.25 into 4. പിന്നെ കുറച്ച് കണക്കൂട്ടലുകളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കാണാതെ പഠിക്കണം കേട്ടോ. അതായത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഇപ്പൊ 100ന്റെ പകുതി 50, 50ന്റെ പകുതി 25, 25ന്റെ പകുതി 12.5. അപ്പൊ ഇതിന്റെ പിന്നെയും പകുതി വരുന്ന സമയത്ത് ഇങ്ങനെ വരും 6.25 അല്ല. എങ്ങനെയല്ലേ വരിക? 12ന്റെ പകുതിയും 5ന്റെ പകുതി 0.25. അപ്പൊ ഇങ്ങനെ ഇതിനെ പിന്നെയും ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ചില കണക്കുകൾ മനസ്സിൽ വരണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ 1.25 ഏതാണ്ട് കണ്ട 1.25. ഈ 1.25നെ ഒരിക്കൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, 1.25നെ ഒരിക്കൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2.5 വരും അല്ലെ. 1.25നെ ഒരിക്കൽ നമ്മളിപ്പോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2.5 വരും അല്ലെ. ഇനി ഇതിനെ വീണ്ടും ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 വരും. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് ഇങ്ങനെ തിരിച്ച്. ഇപ്പൊ 6.25നെ ഒന്ന് 2 കൊണ്ട് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 12.5, 12.5നെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 25, 25നെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 50, 15 ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 100. അപ്പൊ നമ്മൾ മനസ്സിൽ തന്നെ ഇത് കണക്ക് കൂട്ടി വെക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ 1.25നെ ഇപ്പൊ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 4 ടൈംസ് ആണ് ആക്കേണ്ടത്. അപ്പൊ 2 തവണ ഡബിൾ ചെയ്യണം എന്നാണ് അർത്ഥം. അപ്പൊ 1.25നെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിൽ അപ്പൊ തന്നെ കണക്ക് കൂട്ടുക. അത് ഏതാണ്ട് 2.5 വരിക. 2.5ന് പിന്നെയും ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 5 ആണ്. അപ്പൊ നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല, മനസ്സിൽ തന്നെ കണക്ക് കൂട്ടാനുള്ള ഒന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ 5 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് നമ്മൾക്ക് ആൻസർ വരിക. അവിടെ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങള് കുറെയൊക്കെ മനസ്സിൽ കൂടെ നമ്മൾ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പഠിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ചില ഷോർട്ട് കട്ടുകളൊക്കെ മനസ്സിലേക്ക് കണക്ക് കൂട്ടി വെക്കാം. അത് 10ന്റെ പകുതി ആകുമ്പോൾ ഇങ്ങനെ, അപ്പൊ തിരിച്ചും വരണം. 50ന്റെ ഇരട്ടി 100 അല്ലെങ്കിൽ 25ന്റെ ഇരട്ടി 50. അപ്പൊ പകുതിയും ഇരട്ടിയും ഹാഫും ഡബിളും നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു നമ്പർ നമ്മൾ കണ്ട് തന്നെ പഠിക്കണം. അപ്പൊ ഇതൊക്കെ ഫോർമുല ബുക്ക് എന്ന് പറഞ്ഞിട്ട് ബുക്ക് മാറ്റി വെക്കുക. അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അപ്പൊ കണ്ട് നമ്മൾ അതങ്ങോട്ട് സെറ്റ് ആയിക്കോളും. അടുത്ത ക്വസ്റ്റ്യൻ. If the angular displacement made by a rotational wheel in 10 seconds is 150 pi radian, then the number of revolutions made by it is. അതായത് നമുക്ക് തന്നിട്ടുണ്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഒരു റൊട്ടേഷണൽ വീലിന്റെ, ഒരു വീൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ റൊട്ടേഷണൽ വീലിന്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 150 പൈ റേഡിയൻ ആണ്. ഓക്കെ. അപ്പൊ അത് എത്ര സെക്കൻഡിലാണ് അത് വരുന്നത്? ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് മെയ്ഡ് ബൈ ഇറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോ എത്രത്തോളം റെവല്യൂഷൻസ് അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എത്രത്തോളം റെവല്യൂഷൻസ് അത് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? തീറ്റ 150 പൈ തന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ടോട്ടൽ ആംഗിൾ എന്തായിരിക്കും? സർക്കിൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? അത് 2 പൈ ആണെന്ന് നമുക്കറിയാം. അതായത് 1 റെവല്യൂഷൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 2 പൈ ആണ് നമ്മൾക്കറിയാം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 10 സെക്കൻഡിലുള്ള ആ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ചെയ്താൽ മതി അല്ലെ. അപ്പൊ 150
പൈ ഡിവൈഡ് ബൈ 2π ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 75 എന്ന് കിട്ടി. പൈയും പൈയും ക്യാൻസൽ ചെയ്തിട്ട് പോകും. അപ്പോൾ 150/2. ഇത് കാണാതെ മനസ്സിൽ തന്നെ വിചാരിക്കില്ലേ, 15ന്റെ 10 7.5, 7.5നെ ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ 75. അങ്ങനെ കണക്ക് കൂട്ടണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താവും, സ്പീഡ് അപ്പം കേട്ടോ. അപ്പൊ ആൻസർ എത്ര വരിക? ഓപ്ഷൻ എ 75 ആണ് ആൻസർ വരിക. അടുത്തത്, 2 satellites A and B are orbiting the Earth at a height of 2.5 r and 7.5 r respectively. രണ്ട് സാറ്റലൈറ്റ് ആണ് എയും ബിയും. അത് എർത്തിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നുണ്ട് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണ്. അപ്പൊ എ എന്ന് പറയുന്നതിന്റെ ഹൈറ്റ് എത്ര ഹൈറ്റിലാണ് അത് ഓർബിറ്റ് ചെയ്യുന്നത്? ഒരു 2.5 r അത് ഓർബിറ്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്നത്. അതേ സമയത്ത് അതിങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ബി ആണെന്നുണ്ടെങ്കിൽ എത്ര ഹൈറ്റിലാണ് ഓർബിറ്റ് ചെയ്യുന്നത്? 7.5 r. ആ ഹൈറ്റിലാണ് അത് ഓർബിറ്റ് ചെയ്തത് ഫ്രം ദ സെന്റർ ഓഫ് ദ എർത്ത്. ഇതിപ്പോ മൊത്തം നമ്മൾ എർത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എർത്തിന്റെ സെന്ററിൽ നിന്ന്, അല്ലെ, എർത്തിന്റെ സെന്ററിൽ നിന്ന് ഇത്രയും ഹൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഓർബിറ്റ് ചെയ്യുന്നത്. ഇത് ബി ആണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിലായിരിക്കും, അല്ലെ, ഇങ്ങനെ. അപ്പൊ നമ്മൾ ഹൈറ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും എങ്ങനെ എടുക്കുക? ഇതിന്റെ സെന്ററിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാ. ഇതിപ്പോ എർത്ത് ആണെന്നുണ്ടെങ്കിൽ എർത്തിന്റെ സെന്ററിൽ നിന്നാണ് ഈ പറയുന്ന ഹൈറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതിപ്പോ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇപ്പൊ ബി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈറ്റിലാണ് ബി ഉണ്ടാവുക. ഓക്കെ, ബി ഉണ്ടാവുക ഫ്രം ദ സെന്റർ ഓഫ് ദ എർത്ത്. അപ്പൊ റേഷ്യോ ഓഫ് ടൈം പീരീഡ്സ് ആണ്. അത് നമുക്കൊന്നും പറയാനില്ല, കെപ്ലേഴ്സ് ലോ ആണ്, അല്ലെ. കെപ്ലേഴ്സ് ലോ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു സർക്കുലർ ഓർബിറ്റ് ആണെന്നുണ്ടെങ്കിൽ, സാറ്റലൈറ്റ് ഒരു സർക്കുലർ ഓർബിറ്ററിൽ പോവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം പീരീഡും ഈ പറയുന്ന r തമ്മിൽ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. r t പ്രൊപ്പോർഷണൽ ടു r⁻³ ആണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ r എടുത്തത് എന്തുകൊണ്ട്? അത് റേഡിയസ് ആയതുകൊണ്ടാണ്, അല്ലെ. നമുക്കിപ്പോ സർക്കുലർ ആയതുകൊണ്ട് സെന്ററിൽ നിന്ന് എങ്ങോട്ടേക്ക് എടുത്താലും, കാരണം സർക്കുലർ ഓർബിറ്ററിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലായതുകൊണ്ട് അത് എങ്ങോട്ടേക്ക് എടുത്താലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. r⁻³ എന്ന് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ എലിപ്റ്റിക്കൽ പാത്തിലാണ് കെപ്ലേഴ്സ് ലോന്റെ കാര്യത്തിൽ പറയാം, അല്ലെ. എലിപ്റ്റിക്കൽ പാത്തിലാണെന്നുണ്ടെങ്കിൽ ആ r എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? അത് സെമി മേജർ ആക്സിസ് ആയിരിക്കും വരിക, അല്ലെ. അപ്പോ അതവിടെ ഇരിക്കട്ടെ. നമുക്കിപ്പോ ചെയ്ത കാര്യം കംപ്ലീറ്റ് ചെയ്യാം. സാറ്റലൈറ്റ്സ് ഇൻ സർക്കുലർ ഓർബിറ്റ് എന്ന് പറയുന്ന സമയത്ത് ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r⁻³ ആണ് വരിക. അപ്പൊ നമുക്ക് അറിയാം ഈ എന്റെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 r-ഉം ബിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് RB എന്ന് പറയുന്നത് എത്രയാണ്? അത് ഇതാണ് 7.5. RB എന്ന് പറയുന്നത് 7.5 r-ഉമാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും നമ്മൾക്ക് കിട്ടി. ഓക്കെ, ഇനി ടൈം പീരീഡ് എന്ന് പറയുന്നത് അപ്പൊ ടി പ്രൊപ്പോർഷണൽ ടു r⁻³ ആണ്, അല്ലെ. അപ്പൊ TA/TB എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ നമ്മൾ ഈക്വൽ ആക്കി. r എന്ന് പറയുന്നത് RAന്റെ എന്താ വരിക? 2.5 r-ഉം അതേപോലെ RBന്റെ എന്താ വരിക? 7.5 r-ഉം whole⁻³ ആണ് വരിക, അല്ലെ. r ക്യാൻസൽ ചെയ്ത് പോയി, അല്ലെ. അപ്പൊ 2.5 ഡിവൈഡ് ബൈ 7.5 വരുന്ന സമയത്ത് നമുക്ക് അതിനെ കട്ട് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് 1/3 വരും. അപ്പൊ 1/3 വരും. അപ്പൊ ഇനി ഓരോന്നിനും കൊടുക്കുക. 1/3/2 ഡിവൈഡഡ് ബൈ 3/3/2 വരും, അല്ലെ. 1ന്റെ പവറിൽ എന്ത് വന്നാലും അതിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും വരിക? അത് 1 തന്നെയായിരിക്കും വരിക. ഡിവൈഡഡ് ബൈ 3/3/2 പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? 3/1/2 whole³ അല്ലേ. 3/3/2 പറയുന്നത് 3/1/2 whole³ ആണ്. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു 3/1/2 പറയുന്നത് √3 ആണ്, അല്ലെ. അപ്പോ √3 എത്ര എണ്ണം ഉണ്ട്? √3 ഇൻറ്റു √3 3 √3 വരും. 2 √3 ഇൻറ്റു ചെയ്യുന്ന സമയത്ത് എത്ര വരിക? 1/, അത് 3 ആവും. അപ്പൊ 1/3 കിട്ടും. അതാണ് നമുക്ക് ഈ കിട്ടിയിട്ടുള്ള 1/3 ഇതിന് റേഷ്യോയിൽ എടുക്കുന്ന സമയത്ത് 1:3 ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതിൽ ആകെ അറിയേണ്ടത് ഈ പറയുന്ന റിലേഷൻഷിപ്പ് മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വന്നോളൂ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത് whole⁻³ ആണോ whole⁻²/3 ആണോ എന്ന് കൺഫ്യൂഷൻ വരും. അവിടെയാണ് നമുക്ക് തെറ്റുക. 2/3 കഴിഞ്ഞാൽ ഉത്തരമേ മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഇവിടെ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താ ആൻസർ വരിക? 1:3 ആണ് വരിക. കണ്ടോ, 1:3 തിരിച്ചും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കാം നമ്മൾ ഓരോ സ്റ്റെപ്പിലും. അടുത്തത്, the orbital velocity v0 of an artificial satellite revolving around the Earth at a height of r from the surface of the Earth in terms of escape velocity v from the Earth is.
ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ഓർബിറ്റൽ വെലോസിറ്റി VO ഓഫ് ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. അതായത് എർത്തിന് ചുറ്റും അല്ലെ, ഇതാണ് നമ്മുടെ എർത്തിങ്കിൽ എർത്തിന് ചുറ്റും ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്താണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, എർത്തിന് ചുറ്റും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പെർട്ടിക്കുലർ ഹൈറ്റിലാണ്. അത് എത്ര ഹൈറ്റിലാണെന്നാണ് പറയുന്നത്? അതൊരു H എന്ന് R എന്ന് പറയുന്ന ഒരു ഹൈറ്റിലാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്, എർത്തിന്റെ സർഫസിൽ നിന്ന് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു R പറഞ്ഞ ഹൈറ്റിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഓർബിറ്റൽ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് എസ്കേപ്പ് വെലോസിറ്റിന്റെ ടേംസിൽ ഈ പറയുന്ന ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾക്ക് കണ്ടുപിടിക്കണം. എന്താണ് എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈസ് ദ മിനിമം വെലോസിറ്റി റിക്വയർഡ് ടു ഓവർകം ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓഫ് ദി മാസീവ് ബോഡി. ഇപ്പൊ എർത്ത് എന്ന് പറയുമ്പോൾ എർത്തിന് ഒരു പെർട്ടിക്കുലർ ഗ്രാവിറ്റേഷൻ ഉണ്ട്. ആ ഗ്രാവിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ നിൽക്കുന്നത്. ആ ഒരു ഗ്രാവിറ്റേഷന്റെ മറികടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പറന്നു പോകും അല്ലെ. അപ്പൊ ആ ഒരു അതായത് ഈ എർത്തിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട വെലോസിറ്റി, നമ്മൾ ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പിടിച്ചു നിർത്തുന്നുണ്ട്, അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനിമം വെലോസിറ്റി നമ്മൾ കൊടുക്കണം. അതാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു മാസി ബോഡിന്റെ ചുറ്റും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അത് ആ ഓർബിറ്റല് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലാണ്. ആ വെലോസിറ്റി കാരണമാണ്. അപ്പൊ വിച്ച് ഈസ് ദ വെലോസിറ്റി which an object revolves around a massive body. അതാണ് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പൊ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കാൻ വേണ്ട വെലോസിറ്റി ഓർബിറ്റൽ വെലോസിറ്റിയും അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റിയാണ് അല്ലെ. അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് നമുക്കിനി കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്നത് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഹൈറ്റ് ഓഫ് ദ സാറ്റലൈറ്റ് ഫ്രം സർഫസ് എന്ന് പറയുന്നത് R എന്ന് തന്നിട്ടുണ്ട്. ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് ടോട്ടൽ അല്ലെ, ഓർബിറ്റിന്റെ റേഡിയസ് എന്തായിരിക്കും? ഇപ്പൊ എർത്തിന്റെ സർഫസ് എന്നുള്ള ഹൈറ്റ് R എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. അപ്പോൾ എർത്തിന്റെ സെന്ററിൽ നിന്ന് എടുക്കുമ്പോൾ ഇതൊരു R വരുന്നുണ്ട് അല്ലെ. എർത്തിന്റെ സെന്ററിൽ നിന്ന് അങ്ങോട്ടേക്കുള്ളതും ഒരു R ആണ്. അതും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് R ആണ്, റേഡിയസ് ആണ്. അപ്പൊ ടോട്ടൽ ഹൈറ്റ് എർത്തിന്റെ സെന്ററിൽ നിന്ന് എടുക്കുമ്പോൾ എന്താ വരിക? R+R ആണ് വരിക അല്ലെ. R+R ആണ് ടോട്ടൽ ഹൈറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു 2R ആണ് ടോട്ടൽ റേഡിയസ് വരിക. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റ് നിന്ന് ഞാനത് വേറൊരു കളറിൽ കൊടുക്കാം. ഇതുണ്ടോ, ഈ ഒരു പോയിന്റ് നിന്ന് ഈ ഡിസ്റ്റൻസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഈ സെന്ററിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് അത് മൊത്തം എത്രയാണ് വരിക? അത് 2R ആണ് വരിക. ഓക്കെ, അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റി V0 ഈസ് ഈക്വൽ ടു √gm/r എന്ന് നമ്മൾക്കറിയാം അല്ലെ. ഈ R എന്ന് പറയുന്നത് ടോട്ടൽ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ടോട്ടൽ റേഡിയസ് എത്ര വന്ന്? അത് 2R ആണ്. അപ്പൊ √gm/2R വന്നു. ശരിയാണോ? അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം എർത്ത് എന്ന് പറയുന്നത് എത്രയാണ്? √2gm/r ആണ് അല്ലെ. നമുക്ക് അതിന്റെ ഒക്കെ ഇക്വേഷൻ നമുക്ക് കാണാതെ അറിയാം. √2gm/r ആണ് എന്ത്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഡാറ്റാസ് എന്തൊക്കെയാണ്? ഈ പറയുന്ന എസ്കേപ്പ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് √gm/2R ആണ്. അതുപോലെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് √2gm/r ആണ്. നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻ അറിയേണ്ടത് അല്ലെ. V0ഉം Vയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾക്ക് അറിയേണ്ടത്. അപ്പൊ ഇതില് വിച്ച് ഈസ് ഈക്വൽ ടു VE ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? √2 × √gm/r എന്ന് എഴുതാലോ അല്ലെ. √2 × √gm/r എന്ന് എഴുതാം. അപ്പൊ നമ്മൾക്ക് V0ഉം ഇത് തമ്മിലുള്ള ബന്ധം അറിയണ്ടേ അല്ലെ. അപ്പൊ gm/2R ആണെന്നുണ്ടെങ്കിൽ ഇതെന്ന് V0നെ എങ്ങനെ എഴുതാം? 1/√2 × √gm/r എന്ന് നമുക്ക് എഴുതാലോ. ഓക്കെ, അപ്പൊ ഈ V0 എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ഇതിന് നമുക്ക് രണ്ടിലും ഇത് ഇക്വേഷൻ 1 എടുക്കുക, ഇത് ഇക്വേഷൻ 2 എടുക്കുക. അപ്പൊ ഇതിൽ രണ്ടാമത്തെ ഇക്വേഷൻ √gm/r നമ്മൾക്ക് അറിയാലോ അല്ലെ. അതെന്ത് വരും? V/√2 ആണ് √gm/r. അപ്പൊ അത് ഇക്വേഷൻ 3 ആയി അല്ലെ. അപ്പൊ ഇക്വേഷൻ ഇക്വേഷൻ 2 നമുക്ക് കിട്ടിയതാണ് എന്ത്? V/√2 എന്ന് പറയുന്നതാണ് √gm/r. എന്നിട്ട് ഇത് ഇനി എന്ത് ചെയ്യാ? സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ V0 എന്ന് പറയുന്നത് 1/√2 × √gm/r എന്താ? V/√2 ആണ് അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു V / √2 × √2 എന്താ? അത് 2 ആണ്. അപ്പൊ V/2 ആണ്. അപ്പൊ നമ്മൾക്ക് കിട്ടിയ റിലേഷൻഷിപ്പ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റി /2 ആണ്. ഇതാണ് നമ്മൾക്ക് ഫൈനലി കിട്ടിയത്. V/2 ആണ് കിട്ടിയത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള
ആൻസർ. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ്, അതായത് ഇത് ഒറ്റയടിക്ക് എഴുതിയിരിക്കുകയാണ് അത് എങ്ങനെ വന്നെന്നുള്ളത്. ഇത് ചെയ്തിരിക്കുന്ന വേറൊന്നുമല്ല, ഈ ഭാഗം രണ്ട് ഭാഗമൊക്കെ സ്ക്വയർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് വിനെ സ്ക്വയർ ചെയ്തിരിക്കുക. ഈ ഒരു ഇക്വേഷൻ അല്ലേ, വി ഇൻറ്റു റൂട്ട് ഓഫ് ഈ ഒരു ഇക്വേഷൻ അല്ലേ, ആ ഇക്വേഷനെ സ്ക്വയർ ചെയ്തത്. അത് ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ അത് കിട്ടുക. ഒരു കൺഫ്യൂഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, ജസ്റ്റ് ഈ സ്റ്റെപ്പ് മനസ്സിൽ കണക്കൂട്ട് ചെയ്താലും മതി. ഈ ഒരു പറഞ്ഞ സ്റ്റെപ്പുകൾ മനസ്സിൽ കണക്ക്, ഇത് നമ്മൾ എഴുതുമ്പോൾ ഇത്രയും വരികയാണ് കേട്ടോ. നമ്മളത് ചെയ്തു വരുന്ന സമയത്ത് ഇത്രയാണ് മനസ്സിൽ നിന്ന് നമുക്ക് കണക്കൂട്ടാവുന്നതേ ഉള്ളൂ. ഓ ഇത് GM ഇങ്ങനെയാണ്, അത് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിരിക്കണം. എക്സാമിന് ഒരിക്കലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതാൻ നിൽക്കണ്ട. മനസ്സിൽ കുറെ കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ V/2 കിട്ടി. അടുത്ത ചോദ്യം, PA is the atmospheric pressure and P is the absolute pressure. അപ്പൊ നമുക്ക് PA വാല്യൂയും P വാല്യൂ നമുക്ക് കിട്ടി കേട്ടോ. PA എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്, P എന്ന് പറയുന്നത് അബ്സൊല്യൂട്ട് പ്രഷർ ആണ് അറ്റ് എ ഡെപ്ത് ഓഫ് H. ഒരു ഓഷ്യനിലുള്ള ഈ രണ്ട് പ്രഷറും ഒരു ഓഷ്യന്റെ ഇത്ര ഡെപ്തിലുള്ള പ്രഷേഴ്സ് ആണ്. ദ ഗേജ് പ്രഷർ അറ്റ് ദ ഡെപ്ത് H ചോദിക്കുന്നത്. അപ്പോൾ PAയും കിട്ടി Pയും കിട്ടി. ഗേജ് പ്രഷർ ആണ് ഈ രണ്ടിന്റെയും ഇൻ ടേംസ് ഓഫ് P ആൻഡ് Pയില് ഗേജ് പ്രഷർ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗേജ് പ്രഷർ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഗേജ് പ്രഷർ ഇസ് ഈക്വൽ ടു absolute pressure minus atmospheric pressure ആണ്. എന്താണ്? absolute pressure minus atmospheric pressure ആണ്. absolute pressure at a depth H എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് P ആണ്. atmospheric pressure എന്ന് പറയുന്നത് PA ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് P മൈനസ് PA ആണ്. ഓക്കെ, അപ്പൊ തമ്മിലൊരു ഡിഫറൻസ് ആണ്, ഒന്നുമില്ല. ആ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാം അറിയണമല്ലോ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്തൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് absolute pressure minus atmospheric pressure. absolute pressure പറഞ്ഞ നമുക്ക് എത്ര നിൽക്കുന്നത് P തന്നിട്ടുണ്ട്. atmospheric pressure എന്ന് പറയുന്നത് PA തന്നിട്ടുണ്ട്. അപ്പൊ P മൈനസ് PA ആണ്, ഓപ്ഷൻ E ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, the principle behind the function of Bunsen burner is. Bunsen burner പ്രിൻസിപ്പിൾ എന്താണ്? പാസ്കൽസ് ലോ, ലോ ഓഫ് ഫ്ലോട്ടേഷൻ, വെഞ്ചൂറി മീറ്റർ, ടോറിസെല്ലിസ് ലോ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഒരു ബൺസൺ ബർണർ വർക്ക് ചെയ്യുന്നത് വെഞ്ചൂറി എഫക്റ്റിലാണ്. അതായത് വെഞ്ചൂറി മീറ്ററിന്റെ പ്രിൻസിപ്പിളിലാണ് ഈ പറയുന്ന ബൺസൺ ബർണർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫാസ്റ്റ് മൂവിങ് ഗ്യാസ് ഇങ്ങനെ ഫാസ്റ്റ് മൂവിങ് ആയതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? ഒരു ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യും. എന്ത് ചെയ്യും? ഒരു ലോ പ്രഷർ ഏരിയ അതവിടെ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഡ്രോസ് എയർ ഇൻ ഫോർ പ്രോപ്പർ മിക്സിംഗ് ബിഫോർ കമ്പഷൻ. കമ്പഷന് മുമ്പായിട്ട് തന്നെ പ്രോപ്പർ ആയിട്ട് ഈ എയറിനെ മിക്സ് ചെയ്യാൻ ഈ ഒരു പെർട്ടിക്കുലർ എഫക്റ്റ് അതിന് സഹായിക്കും. അപ്പൊ അതാണ് ഈ പറയുന്ന ബൺസൺ ബർണർ. അപ്പൊ ബൺസൺ ബർണർ വർക്ക്സ് ഓൺ ദ വെഞ്ചൂറി ഇഫക്റ്റ്. അവിടെ എന്ത് ചെയ്യുന്നു? ഫാസ്റ്റ് മൂവിംഗ് ഗ്യാസ് ക്രിയേറ്റ്സ് എ ലോ പ്രഷർ റീജിയൻ ദാറ്റ് ഡ്രോസ് എയർ ഇൻ ഫോർ പ്രോപ്പർ മിക്സിംഗ് ബിഫോർ കമ്പഷൻ. കമ്പഷന് മുമ്പായിട്ട് ഈ പറയുന്ന ഏരിയയിലേക്ക് എയർ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നല്ല മിക്സിംഗ് ഓഫ് എയർ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, വെഞ്ചൂറി മീറ്റർ. അപ്പൊ ബൺസൺ ബർണറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? വെഞ്ചൂറി ഇഫക്റ്റ് ആണ്, അതായത് പ്രിൻസിപ്പിൾ ഓഫ് വെഞ്ചൂറി മീറ്റർ ആണ്. അടുത്തത്, ബെർണോളിസ് പ്രിൻസിപ്പിൾ ഈസ് അപ്ലിക്കബിൾ ടു. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തിനാണ് അപ്ലിക്കബിൾ ആയിരിക്കുന്നത്? നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ, വിസ്കസ് കംപ്രസിബിൾ ഫ്ലൂയിഡ്സ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ, വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ, non-viscous incompressible fluids in turbulent flow, non-viscous compressible fluids in turbulent flow. ഇതിൽ ഏതാണ് വരിക? ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തിലാണ് അപ്ലിക്കബിൾ ആയിരിക്കുന്നത്? ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ബെർണോളിസ് പ്രിൻസിപ്പിൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫോർ ഫ്ലൂയിഡ്സിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ലോ എന്നാണ് ഇത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അത് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ്, ഒരു ഐഡിയൽ കണ്ടീഷൻസ് അത് അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, നോൺ വിസ്കസ് ആയിരിക്കണം ഫ്ലൂയിഡ്. അതായത് there should not be no internal friction, അല്ലേ? ഇന്റേണൽ ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അതായത് വിസ്കോസിറ്റി പാടില്ല അവിടെ. വിസ്കോസിറ്റി സപ്പോസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ലോസ്റ്റ് ആവും. ഹീറ്റ് ആയിട്ട് എന്താവും? മെക്കാനിക്കൽ എനർജി ലോസ്റ്റ് ആവും. ഈ പറഞ്ഞ വിസ്കോസിറ്റി ഉണ്ടെങ്കിൽ. അപ്പൊ വിസ്കോസിറ്റി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സപ്പോസ് വിസ്കസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ബെർണോളിസ് ഇക്വേഷൻ അവിടെ എന്ത് ചെയ്യും? ഫെയിൽ ആവും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആവുന്നത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നോൺ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിൽ മാത്രമാണ്. വിസ്കസ് ഫ്ലൂയിഡ്സ് അവിടെ വരാൻ പാടില്ല. ഒന്ന്.
രണ്ട് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കണം. അതായത് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് മസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ലിക്വിഡ്സ് പോലെ തന്നെ മൊത്തം ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ കംപ്രസിബിൾ ഫ്ലൂയിഡ് പറഞ്ഞപ്പോ എന്താ? ലൈക്ക് ഗ്യാസസ്, അറ്റ് ഹൈ സ്പീഡിലുള്ള ഗ്യാസസ് ഒക്കെയാണ് കംപ്രസിബിൾ ഫ്ലൂയിഡ് വരിക. അപ്പൊ ചേഞ്ച് അവിടെ നമുക്ക് ഡെൻസിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. വിച്ച് വയലേറ്റ്സ് ദ അസംഷൻ യൂസ്ഡ് ഇൻ ദ ഡെറിവേഷൻ. അപ്പൊ അത് ഈ പറയുന്ന നമ്മുടെ അസംഷൻസ് ഒക്കെ പല അസംഷൻസും വെച്ചിട്ടാണല്ലോ നമ്മൾ ഇതിനൊക്കെ ഡിറൈവ് ചെയ്യുന്നത്. ആ അസംഷൻസിനൊക്കെ തെറ്റിക്കും. അതുകൊണ്ട് കംപ്രസ് ചെയ്യാൻ പറ്റാത്ത ഫ്ലൂയിഡ് ആയിരിക്കണം അവിടെ ഉണ്ടാകും. കംപ്രസിബിൾ ഫ്ലൂയിഡ് ആവാൻ പാടില്ല. ഗ്യാസ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെയും കംപ്രസ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ആ ഒരു വോളിയം നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ പാടില്ല. അപ്പൊ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കണം. രണ്ട്. മൂന്ന് സ്ട്രീം ലൈൻ ഫ്ലോ അഥവാ സ്റ്റഡി ഫ്ലോ. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മസ്റ്റ് മൂവ് അലോങ് എ സ്മൂത്ത് ഫിക്സഡ് പാത്തിൽ ഒരു പെർട്ടിക്കുലർ ലൈനിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പോകണം, അല്ലാണ്ട് പോയ വഴി അങ്ങനെ പോകാൻ പാടില്ല. അപ്പൊ ടർബുലന്റ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ എന്താവും? റാൻഡം മോഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം ഇങ്ങനെ പോകുമ്പോൾ ഒരു എനർജി ലോസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് റാൻഡം മോഷൻ ആവുന്ന സ്ഥലത്ത് ഇങ്ങോട്ടേക്ക് പോകാനുള്ള എനർജി ഒക്കെ അവിടെ ലോസ് ആയി പോകും. അതുകൊണ്ട് ബെർണോളി പ്രിൻസിപ്പിൾ അവിടെ ഹോൾഡ് ചെയ്യില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഏതൊക്കെ കാര്യങ്ങളാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്? ഒന്ന് നോൺ വിസ്കസ് ആയിരിക്കണം ഫ്ലൂയിഡ്, അല്ലെ? ഒന്നെന്തായിരിക്കണം? നോൺ വിസ്കസ് ആയിരിക്കണം ഫ്ലൂയിഡ്, ഇൻകംപ്രസിബിൾ ആയിരിക്കണം ഫ്ലൂയിഡ്, സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. അപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ. ഒരു സബ്സ്റ്റൻസിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാ? മെറ്റീരിയൽ ഓഫ് ദ സബ്സ്റ്റൻസ് ആണോ? വോളിയം ഓഫ് ദ സബ്സ്റ്റൻസ് ആണോ? മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ആണോ? മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ആണോ? മാസ് ആൻഡ് വോളിയം ഓഫ് ദ സബ്സ്റ്റൻസ് ആണോ? എങ്ങനെയാണ് വരിക? അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന്റെ മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഇതൊക്കെ എന്തുകൊണ്ടാണ് പറയണത് വെച്ചാൽ, സപ്പോസ് നിങ്ങൾക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിന്റെ ഡെഫിനിഷൻസ് കൂടെ ഇതിന്റെ കൂടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് required to raise the temperature of 1 unit mass of a substance by 1 degree Celsius or 1 Kelvin. അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചറിനെ ഒരു യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് അത് 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ 1 കെൽവിൻ റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്. എത്ര ഹീറ്റ് കൊടുത്താലാണ് അത്ര കൂടുക? ഈ ഒരു യൂണിറ്റ് മാസ് എത്ര ഹീറ്റ് കൊടുക്കുമ്പോഴാണ് ആ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ അത് നീങ്ങുക? അത്രയ്ക്ക് അതായത് 1 ഡിഗ്രി സെൽഷ്യസ് 2 ഡിഗ്രി സെൽഷ്യസിലേക്ക് 2 ഡിഗ്രിന്ന് 3 ഡിഗ്രിയിലാക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ ഓരോ ഡിഗ്രി വെച്ചിട്ടാണ് മാറ്റം വരുന്നത്. ആ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ആ 1 ഡിഗ്രി സെൽഷ്യസ് മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിന് എത്ര ഹീറ്റ് കൊടുക്കുന്നു എന്നാണ് എന്ത് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഡിഫറെന്റ് സബ്സ്റ്റൻസസ് സ്റ്റോർ ഹീറ്റ് ഡിഫറെന്റ്ലി. പല സബ്സ്റ്റൻസുകൾ പല രീതിയിലായിരിക്കും ഹീറ്റ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഹാസ് എ മച്ച് ഹയർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ദാൻ അയൺ ഓർ കോപ്പർ. നമ്മളൊരു അയണോ ഒരു കോപ്പറോ ഒക്കെ എടുക്കുമ്പോൾ അതിനേക്കാളൊക്കെ കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത് ആർക്കാണ്? വാട്ടർ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഈ അയണിനും കോപ്പറിനും വാട്ടറിനൊക്കെ ഉള്ള സ്ട്രക്ചർ ആണെങ്കിലും അതിന്റെ ബോണ്ടിങ് ആണെന്നുണ്ടെങ്കിലും മോളിക്കുലർ സ്ട്രക്ചറും ബോണ്ടിങ് ഒക്കെ ഡിഫറെന്റ്. അപ്പൊ ഓരോ മെറ്റീരിയലും ഓരോ തരത്തിലായിരിക്കും എന്തുണ്ടാവുക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ സബ്സ്റ്റൻസ്, അതോ ലിക്വിഡ് ടൈപ്പ് ആണോ സബ്സ്റ്റൻസ്, ഇതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന്. രണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് അല്ല, നോട്ട് സ്ട്രിക്ട്ലി കോൺസ്റ്റന്റ് അല്ല. ഇറ്റ് ചേഞ്ചസ് സ്ലൈറ്റ്ലി ആസ് ടെമ്പറേച്ചർ ചേഞ്ചസ്. ടെമ്പറേച്ചർ മാറുമ്പോൾ പതുക്കെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മാറും. എസ്പെഷ്യലി ഓവർ ലാർജ് ടെമ്പറേച്ചർ റേഞ്ചസിലൊക്കെയാണ് അത് എന്താവുക? നന്നായിട്ട് മാറുക. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, മാസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ഹീറ്റ് ഈസ് ഡിഫൈൻഡ് പെർ യൂണിറ്റ് മാസ് ആണ്. സോ മാസ് ഡസ് നോട്ട് അഫക്റ്റ് ഇറ്റ്, അല്ലെ? മാസ് ഒരിക്കലും ബാധിക്കില്ല. കാരണം ആ യൂണിറ്റ് മാസിലാണ് നമ്മൾ ഈ പറയുന്ന ഹീറ്റ് കൊടുക്കുന്നത്. കാരണം ഡിഫൈൻ ചെയ്യുന്നതിന് യൂണിറ്റ് മാസിലാണ്. അതുകൊണ്ട് അത് വ്യത്യാസം വരില്ല. വോളിയം എടുക്കുമ്പോൾ അവിടെ ഒരു റോളും ഇല്ല. കാരണം വോളിയം ചേഞ്ച് ചെയ്തുകൊണ്ട് അവിടെ ഒരിക്കലും സ്പെസിഫിക് ഹീറ്റ് ഒന്നും മാറില്ല. അപ്പൊ മാസ് ആൻഡ് വോളിയം ടുഗദർ നമുക്ക് വരില്ല. അപ്പോൾ അവിടെ മെയിൻ ആയിട്ട് മെറ്റീരിയലും ടെമ്പറേച്ചറിനും മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യില്ല. അതിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സ്പെസിഫിക് കപ്പാസിറ്റിയിൽ വ്യത്യാസം വരും.
അടുത്തത് വിച്ച് വൺ ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. ഇൻ ആൻ ഐസോകോറിക് പ്രോസസ് വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഐസോകോറിക് പ്രോസസ്സിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. ശരിയാണോ തെറ്റാണോ? ഇൻ ആൻ അഡിയാബാറ്റിക് പ്രോസസ്സിൽ there is a heat exchange with the surrounding. അവിടെ ഒരു സറൗണ്ടിങ്ങുമായിട്ട് ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഇൻ ആൻ ഐസോബാറിക് പ്രോസസ്സിൽ പ്രഷർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. In an isobaric process, pressure remains constant. ഒരു ഐസോബാറിക് പ്രോസസ്സിന് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്സിന് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. ഇൻ എ സൈക്ലിക് പ്രോസസ്സിന് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമ്മൾക്ക് ഏതാണ് ആൻസർ വരെ? ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഐസോ കോർ എന്ന് പറഞ്ഞാൽ അതെന്താ? വോളിയം ആണ് അല്ലെ? ഐസോ പറഞ്ഞ ഒരേപോലെ, അപ്പൊ വോളിയോടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ എ ശരിയാണ്. പിന്നെ ബാർ, ഐസോ ബാർ എന്ന് പറയും. ബാർ എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രഷർ ആണ് അല്ലെ? നമ്മൾ പ്രഷറിന്റെ യൂണിറ്റ് ആയിട്ടൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ പ്രഷർ ഐസോബാറിക്കിൽ പ്രഷർ അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ സിയും വരില്ല. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ എന്നുള്ളത് മിക്കവാറും ഇൻകറക്റ്റ് തന്നെയായിരിക്കും ചോദ്യം വരിക. പക്ഷെ എന്നിട്ട് ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കും ചെയ്യും. അപ്പൊ നമ്മൾ പെട്ടെന്ന് അയ്യോ കറക്റ്റ് എന്ന് മാത്രം ശ്രദ്ധിച്ചിട്ട് ആദ്യത്തെ ഓപ്ഷൻ കൊണ്ട് കറക്കി കുത്തുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. തെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ആണ്, പിന്നെ പറയണ്ട. അപ്പൊ അതിനർത്ഥം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് തന്നെയാണ്. ഒരു സൈക്ലിക് പ്രോസസ്സിൽ ഇന്റേണൽ എനർജി 0 ആണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് സൈക്ലിക് പ്രോസസ്സിൽ 0 ആണ്. അതും ശരിയാണ്. അപ്പൊ നമുക്കിവിടെ തെറ്റായിട്ട് വരുന്നത് അഡിയാബാറ്റിക് പ്രോസസ്സിൽ there is a heat exchange with the surrounding എന്ന് പറയുന്നതാണ് അവിടെ തെറ്റ്. ഓക്കെ, അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് വിത്ത് സറൗണ്ടിങ്സ് വരില്ല അഡിയാബാറ്റിക് പ്രോസസ്സിൽ അല്ലെ? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് എഴുതിയിരിക്കണം. ഓപ്ഷൻ എയിൽ പറയുന്നുണ്ട് ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്ന വോളിയം കോൺസ്റ്റന്റ് ആണ്. കറക്റ്റ് ആണ്. കാരണം ഐസോകോറിക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? കോൺസ്റ്റന്റ് വോളിയം എന്നാണ്. അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ച് വിത്ത് സറൗണ്ടിങ് എന്ന് പറയുന്നത് തെറ്റാ. കാരണം അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ തന്നെ നോ ഹീറ്റ് ഈസ് എക്സ്ചേഞ്ച്ഡ് വിത്ത് സറൗണ്ടിങ്സ് എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. ഐസോബാർ എന്ന് പറയുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. സൈക്ലിക് പ്രോസസ്സിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഒരു കംപ്ലീറ്റ് സൈക്കിൾ കഴിയുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? അത് ഇനീഷ്യൽ സ്റ്റേജിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഇന്റേണൽ എനർജി അവിടെ 0 ആയിട്ട് പറയാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്, അതൊന്ന് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The number of molecules contained in the gas of mass m is. The number of molecules contained ഒരു m മാസ് ഉള്ള ഒരു ഗ്യാസിൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്നുള്ളതാണ് ചോദിക്കുക. എം നോട്ട് എന്ന് പറയുന്നത് മോളാർ മാസ് ആണ്. എൻ എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ആൻസർ വരാം എം മാസും എം നോട്ട് മോളാർ മാസും എൻ അവഗാഡ്രോ നമ്പറും ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മോളിക്യൂൾസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഗ്യാസ് എന്ന് പറയുന്നത് എം ബൈ എം നോട്ട് ഇൻറ്റു എൻ എ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് നോക്കാം. ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് എൻ ഇൻ എ ഗ്യാസ് ഓഫ് മാസ് എം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എൻ ഈസ് ഈക്വൽ ടു സ്മോൾ എൻ ഇൻറ്റു എൻ എ. ആ സ്മോൾ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ്, അതായത് എം ബൈ എൻ നോട്ട് ആണ് എന്ത്? സ്മോൾ നമ്പർ എൻ എന്ന് പറയുന്നത്. എം നോട്ട് എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് ദ ഗ്യാസും എൻ എ എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പറും ആണ് അല്ലെ? അപ്പോൾ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂ എൻ എന്ന് പറയുന്നത് എം ബൈ എൻ നോട്ട് ആണ്. അപ്പൊ എൻ ഈസ് ഈക്വൽ ടു എം ബൈ എം നോട്ട് ഇൻറ്റു എൻ എ വരും നമ്മൾക്ക്. ഓക്കെ, അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമ്മുടെ ദിസ് ഗിവ്സ് എ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ ഗ്യാസ്. ഒരു ഗ്യാസിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾക്ക് കിട്ടുന്നത് എന്തിലാണ്? ഈ ഒരു ഇക്വേഷനിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾക്ക് ഇന്ന് നോക്കാനായിട്ടുള്ള 10 ചോദ്യങ്ങൾ. ഇനി അടുത്ത് ഒരു 10 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. 10 അല്ല, ഇനി ഒരു 25 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അത് ഇനി അടുത്ത സെഷനിലായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.